നമസ്കാരം. ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ സിനിമാ നിർമ്മാണ മേഖലയിൽ സിനിമകൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. ആ സിനിമയുടെ പിന്നാമ്പുറത്തെ കാഴ്ചകൾ ഒരുപക്ഷെ പലരും കെട്ടുകഥകൾ പോലെ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് നഷ്ടങ്ങളുടെ, ഒരുപാട് ചതികളുടെ, എന്താ പറയുക, ഒരുപാട് തകർച്ചകളുടെ, അല്ലെങ്കിൽ ഒരുപാട് പറ്റിക്കപ്പെടലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ വെള്ളം എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഫേമസ് ആയി. അദ്ദേഹത്തിൻ്റെ ആ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറയുന്ന മുരളി കുന്നുംപുറത്ത്. അദ്ദേഹം ഒരു കണ്ണൂരുകാരനായിട്ടുള്ള ഒരു പ്രവാസിയായിട്ടുള്ള വ്യക്തിയാണ്. ഈ വെള്ളം എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം വരച്ചു വെച്ചതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അയാൾക്ക് പറ്റിപ്പോയിട്ടുള്ള വെള്ളമടി മൂലമുണ്ടായിട്ടുള്ള, മദ്യപാനം മൂലമുണ്ടായിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നം, അല്ലെങ്കിൽ അയാൾ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലെ എന്താ പറയുക, ഭാര്യ മക്കളൊക്കെ വിട്ടുപോയി, അതുപോലെ കടം കയറി, സ്വത്തുക്കൾ കംപ്ലീറ്റ് പോയി. അങ്ങനെ ഒന്നേൽ നിന്ന് കയറി വന്ന് ആ വെള്ളമടി എന്ന മദ്യപാനം എന്ന് പറയുന്ന ദുശീല ഒഴിവാക്കി അയാൾ കയറി വന്നൊരു കാര്യം ആണ് ഇതിൽ കൂടുതലും പറയുന്നത്, ഈ സിനിമയിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഥയാണ്. ഇതിൻ്റെ നിർമ്മാതാവും ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയടക്കം നഷ്ടമാകത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇദ്ദേഹം വന്ന് പറയുന്നത് സുമതി വളവിൽ എന്ന് പറയുന്ന ഒരു സിനിമയും വേറൊരു സിനിമയും കൂടെ എടുത്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു. അതായത് ഒരു സിനിമ എടുക്കാൻ വരുന്ന ഇതിൻ്റെ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ അല്ലേ കഥ, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ, ആ കഥയുമായി വരുന്നവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ അസിസ്റ്റൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, ഡയറക്ടർമാരാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരായിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും, ഒരു സിനിമ 7 കോടിക്ക് തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സിനിമ, ആ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ 20 കോടി രൂപ, 3 ഇരട്ടി 4 ഇരട്ടി തുക ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കേണ്ട ഒരവസ്ഥ നിർമ്മാതാവിനുണ്ടാകുന്ന ഒരു ഗതികേട്, അത്രയും ഭീമമായ ബാധ്യത ഓരോ നിർമ്മാതാക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ സിനിമാ മേഖലയിൽ ഇറങ്ങുന്ന വിജയിക്കാത്ത പടങ്ങളുടെ സംവിധായകരെ പറ്റി അന്വേഷിക്കുമ്പോൾ ചിലർ ഒരു പാഷൻ്റെ പുറത്ത് ഇറങ്ങുന്നവരുണ്ടാവും, ചിലർ എന്നാ പറയണ്ടേ, പറ്റിക്കപ്പെടുന്നവരുണ്ടാവും. അങ്ങനെ ഒരു പറ്റിക്കപ്പെട്ട കഥയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഈ വെള്ളം എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെയും കുറച്ചെങ്കിലും അറിയപ്പെട്ടത് വെള്ളമാണ്. അതുപോലെ തന്നെ സുമതി വളവും കുറച്ചെങ്കിലും അറിയപ്പെടാൻ തുടങ്ങി. അപ്പം ഈ മേഖലയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ടുവല്ലോ. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സ്ക്രീനിൽ ഞാൻ പ്ലേ ചെയ്യാം. അദ്ദേഹം ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അത്രമാത്രം കടമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം ഒരു ടൈൽ ബിസിനസ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ടൈൽസ്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടൈൽസ്, സാനിറ്ററി ഐറ്റംസൊക്കെ പുള്ളി എക്സ്പോർട്ട് ചെയ്തു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്നപ്പോൾ ഒരുപാട് കണക്ഷൻ കിട്ടി, ഒരുപാട് വ്യക്തികളുമായി പരിചയപ്പെടാൻ പറ്റി. പക്ഷെ ആരുടെയും ബാക്ക്ഗ്രൗണ്ടുകളൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആഫ്രിക്കയിലുള്ളതും അതുപോലെ വിദേശത്തെ രാജ്യങ്ങളിലേക്കുള്ളതും കയറ്റുമതി ചെയ്ത വലിയ സംരംഭകരെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അടുത്തെത്തുകയും വലിയ സ്റ്റോക്കുകൾ ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കയറ്റുമതി ചെയ്തു അങ്ങോട്ടേക്ക്, വലിയ സ്റ്റോക്കുകൾ. അതിൻ്റെ പേയ്മെൻറ്റ് ഇതുവരെ ഇദ്ദേഹത്തിന് കിട്ടിയില്ല. അതുമാത്രമല്ല, സിനിമയിൽ ഇത്രയും തിക്താനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹത്തിന് ഇനി ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഭാര്യയും മക്കളൊക്കെ വീണ്ടും പിണങ്ങിപ്പോയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് കേൾക്കാത്തത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വെള്ളം സിനിമ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അത് സിനിമയ്ക്ക് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊന്നുമല്ല എൻ്റെ യഥാർത്ഥ ലൈഫ്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇപ്പം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ വരാൻ കാരണം. ഒരുപാട് ചതികൾ പറ്റി, ബിസിനസ്സിൽ ഒരുപാട് ചതികൾ പറ്റി. ടൈൽസ് ദുബായിലും ഓസ്ട്രേലിയയിലും ഇത് അദ്ദേഹത്തിന്റെ ഒരു ചാനലിൽ അതുകൊണ്ടാണ് കൂടുതൽ ശ്രദ്ധ. കാരണം നമ്മളെ ഇദ്ദേഹത്തെ കണ്ട കോട്ടൊക്കെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒന്നുമില്ലാതായി പോകുന്ന, വട്ടപൂജ്യമാകുന്ന ഒരു കാര്യമാണ് നടന്നത്. ആ നടന്നതിനെ പറ്റി സംവിധായകരും മറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകളോടും ഒക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്. ഇതിന് ഡയറക്ടർമാരുണ്ടാവും. പുള്ളി അതിൻ്റെ സംവിധായകൻ മാത്രമാണ്, അല്ലേ, അല്ലെങ്കിൽ അതിന് തുക മുടക്കുന്ന ഒരാൾ മാത്രമാണ്.
നിർമ്മാതാവാണ് അല്ലെ, നിർമ്മിക്കുന്ന ഒരു ആളാണ്. ആ നിർമ്മാണത്തിന്റെ അങ്ങനെ ആ സിനിമ പണം മുഴുവൻ മുടക്കിയത് പ്രശ്നം വന്നു. ഇദ്ദേഹമാണ്. പിന്നീടാണ് അത് ഇതിന് ബാക്കി സ്ക്രിപ്റ്റ് ഉള്ളവരുണ്ട്, ഡയറക്ടർമാരുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്. അതിൽ 1-2 ആളുകളുടെ പേരിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളോട് കടവുള്ളവരാണ്. പിന്നെ മൂന്നാമത് എന്നെ ചതിച്ചു എന്ന് അഭിലാഷ് പിള്ള, അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ജീവിതം ഇന്ന് കൈവിട്ട് പോയിരിക്കും. ഇദ്ദേഹം മെയിൻ പറയുന്നത് മോറാഴയിലുള്ള ഒരു സിനിമാ നിർമ്മാതാവ്, അതുപോലെ കാസർഗോഡുകാരനായ ഒരു സിനിമാ നിർമ്മാതാവ് ഇദ്ദേഹത്തെ ചതിച്ചു എന്നാണ്. കാരണം വേണ്ട വിധത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ പ്രവർത്തിച്ച പാരമ്പര്യമോ ഒന്നുമില്ലാതെ, ഒരു സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടില്ലാതെ അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹത്തെ സമീപിച്ചിട്ട് ഇയാളെ വിശ്വസിപ്പിക്കുകയാണ്. ഈ മുരളിയേട്ടനെ, അല്ലെങ്കിൽ മുരളിയേട്ടനെ നമുക്ക് വിളിക്കും, ഈ മുരളിയേട്ടനെ വിശ്വസിപ്പിക്കുകയാണ്, ഞങ്ങൾ സിനിമയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വിശ്വാസം നേടിയെടുത്ത ശേഷം സിനിമ പിടിക്കുന്നു. ആ സിനിമ വമ്പൻ തുക പരാജയപ്പെടുകയാണ്. അധികം ആളുകളൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് ആ സിനിമ പൊട്ടാൻ. അങ്ങനെ 3-4 സിനിമ ഇദ്ദേഹം എടുത്തു. ഈ കാസർഗോഡ് ജില്ലയുടെ വളരെ ദൂരെയുള്ള എന്താ പറയണ്ടേ, ദൂരെ മീൻസ് കാസർഗോഡ് ജില്ലയുടെ എൻഡാണ് പാണത്തൂർ എന്ന് പറയും. പാണത്തൂർ ചെമ്പേരി എന്നൊക്കെ പറയും. അവിടെയുള്ള ഒരു സംവിധായകൻ്റെ കാര്യമാണ് പറയുന്നത്. ആ സംവിധായകൻ മൂലമാണ് ഇദ്ദേഹത്തിന് ഒരുപാട് നഷ്ടം ഉണ്ടായെന്ന് അദ്ദേഹം പറയുകയുണ്ട്. അതുപോലെ വേറൊരാളുടെ പേരും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ 2 സംവിധായകരാണ് ഈ സിനിമയ്ക്ക് ഇദ്ദേഹം ലാസ്റ്റ് എടുത്ത സിനിമയ്ക്ക് സംവിധായകരായിട്ടും ഡയറക്ടറായിട്ടും വന്നത്. അപ്പോൾ ഒത്തിരി രൂപ അതിലും നഷ്ടം പറ്റി. നഷ്ടം മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഇതിൽ നിന്നുണ്ടായത്. കാരണം ചതിയിൽ ഇത് മാത്രമല്ല, പുള്ളി ഈ സിനിമയിലായിരുന്നു കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് എന്നാ പറയുക ബിസിനസ്സിൽ പങ്കാളികളായി. ദുബായിലേക്കും ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കയിലും കയറ്റി അയച്ച് മലയാളികൾ ഒരുപാട് പൈസ കിട്ടാതെ അദ്ദേഹം പറയും. അതായത് ആഫ്രിക്ക, ദുബായ് കൺട്രിയിലേക്കും ഓസ്ട്രേലിയക്കൊക്കെ ഒരുപാട് ടൈൽസും സാനിറ്ററി ഐറ്റംസ് ഒക്കെ കയറ്റി വിട്ടു. അതിൽ ഒരുപാട് നഷ്ടം അദ്ദേഹത്തിന് പറ്റി. ഈ വേണ്ട വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊന്നും അന്വേഷിക്കാതെ ഒരുപാട് എന്താ പറയണ്ടേ ബിസിനസ്സിൽ ആളുകളെ കൂട്ടിയതാണ് ഇദ്ദേഹത്തിന് ഒരു വലിയൊരു തെറ്റുപറ്റിയെന്ന് ഇദ്ദേഹം പറയുന്നത്. കാരണം വേണ്ട വിധത്തിലുള്ള പഠനങ്ങൾ നടത്താതെ, ജെനുവനാണെന്ന് പോലും അന്വേഷിക്കാതെയാണ് ഇത് പലതും ചെയ്തേക്കുന്നത്. നദികൾ സുന്ദരിയമ്മ എന്ന പാണത്തൂർ സംവിധാനം ചെയ്ത ഈ സിനിമയെ വിജേഷ് പാണത്തൂരാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ആ സിനിമ ഹിറ്റായിരുന്നു. ചിത്രത്തിലെ പറ്റി പ്രകമ്പനം എന്നായിരുന്നു. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ വിജേഷ് പാണത്തൂരാണ്. ഡയറക്ടറായിരുന്നു ഞങ്ങൾ ഈ സിനിമ എടുക്കാൻ വിളിച്ചിരുന്നതെന്ന് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. എന്തായാലും അദ്ദേഹം സിനിമയെ നിർമ്മിച്ചിരിക്കുന്നു. തിയേറ്ററിൽ വലിയ വിജയം വന്നു. ഇത് അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന. അതായത് സുമതി വളവിൽ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റാണെന്നും പറഞ്ഞാണ് അതിൻ്റെ പോസ്റ്ററുകളൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്നതെന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും സൂപ്പർ ഹിറ്റും അല്ല, ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ അത് ഇദ്ദേഹത്തിന് ഒരുപാട് കോടികൾ നഷ്ടം, 16 കോടിയോളം അദ്ദേഹത്തിന് നഷ്ടം പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒറ്റ ഇതിൽ. നദികൾ സുന്ദരിയമ്മ ഉണ്ണി പാണത്തൂർ ഒന്നും പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന വലിയൊരു ചതികളുണ്ട് അല്ലേ. ഈ വേണ്ട വിധത്തിൽ ഗ്രാഹ്യമില്ലാത്ത കൂടുതൽ ആളുകളും ഇതിൻ്റെ ഒരു ഫേമസ് ആകാൻ വേണ്ടിയും ചില പടങ്ങൾ ബഡ്ജറ്റ് കുറഞ്ഞെടുത്ത് അത് ഹിറ്റാകുമ്പോൾ ബോക്സ് ഓഫീസൊക്കെ 100 കോടി ക്ലബിലൊക്കെ വരും എന്നുള്ളൊരു ധാരണയൊക്കെയാണ് ചിലരെ ഭയങ്കര കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ധാരണയോട് കൂടിയാണ് ഇറങ്ങുന്നത്. പക്ഷെ വേണ്ട വിധത്തിലെ പഠനങ്ങൾ നടത്താതെ നല്ലൊരു സ്ക്രിപ്റ്റാണ് ഒരു സിനിമയുടെ എന്താ പറയുക വിജയം അടങ്ങിയിരിക്കുന്നത് അല്ലേ. സ്ക്രിപ്റ്റ് നന്നാവണം, അതൊരു കൊമേഴ്സ്യൽ എന്താ പറയുക ആപ്റ്റ് ഉണ്ടായിരിക്കണം, കൊമേഴ്സ്യലായിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കണം, സ്റ്റണ്ട് ഉണ്ടായിരിക്കണം, കോമഡി ഉണ്ടായിരിക്കണം, എന്നാൽ ഫാമിലി ഇഷ്ടപ്പെടണം അല്ലേ. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമയെ വിജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് എത്ര മനോഹരമായ സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ സ്ക്രിപ്റ്റാണ് വർക്കൗട്ട് ആക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ച ഡയറക്ടർമാരായ ഇദ്ദേഹത്തെ പോലെ ആളുകളെ ഇദ്ദേഹം നിർമ്മാതാവാണ്, ഡയറക്ടറല്ല, സിനിമകൾ നിർമ്മിക്കുന്ന നിർമ്മാതാവാണ്. അപ്പം ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹം. ഈ പ്രൊഡ്യൂസർ എത്ര രൂപയാണോ തുക എന്ന് പറയുമ്പോൾ അവരങ്ങ് ഇറക്കുകയാണ്. ഇതിനെപ്പറ്റി സിനിമയെ പറ്റി ABCD അറിയത്തില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരായിട്ട് വരിക. കാരണം
ഒന്നെങ്കിൽ പ്രവാസികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ കോടികൾ ഉണ്ടാക്കിയവരായിരിക്കും. അപ്പോൾ ഇവരെ ഈ പ്രൊഡ്യൂസറാക്കി കൊണ്ടുവന്ന് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവനും ഡയറക്ടർമാരും കുറേ പേര് അവർ ഇതിലേക്ക് ചാടിപ്പിക്കുകയാണ് അല്ലേ. ഒരു വലിയൊരു ഫണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഡയറക്ടർക്ക് പടം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരു പ്രൊഡ്യൂസറെ കിട്ടി, ആ ഡയറക്ടർക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കണ്ടെത്തി, ഈ ഡയറക്ടർമാരുടെ അടുത്താണ് സ്ക്രിപ്റ്റ് കൂടുതലും പോവുക. അപ്പം നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് കണ്ടു കഴിയുമ്പോൾ ഇതിനൊരു പ്രൊഡ്യൂസർ വേണം, ആ പ്രൊഡ്യൂസറെ തപ്പി ഇറങ്ങുവാണ് ഡയറക്ടർമാർ ചെയ്യുക സാധാരണ. അപ്പം ഇവർ പറയുന്ന ഒരു ബഡ്ജറ്റ് കണക്കുണ്ട്, ആ കണക്കിനേക്കാൾ കൂടുതൽ 3 ഇരട്ടി വരെ ഈ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഈടാക്കി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ തമ്മിലുള്ള എഗ്രിമെൻ്റ് വേറെ ഉണ്ടാവും. ഈ പടം വിജയിക്കുകയാണെങ്കിൽ ഇത്ര കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ ഇവരുടെ എന്നാ പറയണ്ടേ മുതൽ മുടക്കിനേക്കാൾ കൂടുതൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ 50-50യോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പേഴ്സൻറ്റേജ് കണക്കൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരുപാട് പേര് കുത്തൊഴുക്കുണ്ട്. ഒത്തിരി പ്രൊഡ്യൂസർമാരും ഒത്തിരി ഡയറക്ടർമാരും ഒത്തിരി സ്ക്രിപ്റ്റ് റൈറ്റർമാർ. ഈ സ്ക്രിപ്റ്റ് റൈറ്റർമാരൊക്കെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. കുറച്ച് കാര്യങ്ങൾ കൂടി മറ്റൊരു ടി വിയിൽ ഇൻ്റർവ്യൂ കൊടുത്തത് വെളിച്ചേട്ടൻ കൊടുത്തേക്കുന്നത് നമുക്കൊന്ന് കാണാം. വിഷ്ണു വഴി സിൻസിയർ വഴി സിൻസിയറിൻ്റെ കമ്പനി വഴി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അവർക്ക് 6 ലക്ഷം സംതിങ് നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. 1 കോടിയിൽ നല്ല ആൾക്കാരാണ് അവർ. സിൻസിയർ, ശ്യാം, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. 1 കോടി കിട്ടിയിട്ടുണ്ട്, സത്യമാണ്. ഒരു 3 കോടി കിട്ടിയെന്നത് അഭിലാഷ് പിള്ള. അതെങ്ങനെയാണ് അഭിലാഷ് പിള്ളേനോട് പറയുന്നത്. പിന്നെ അച്ഛന് സുഖ സമയത്ത് എനിക്ക് 3 ലക്ഷം അയച്ചു എന്ന് പറഞ്ഞു. ഞാൻ നവംബർ 21 അയച്ചു കൊടുത്ത പൈസയാണ് എനിക്ക് തിരിച്ചു. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് വഴി തന്ന 3 ലക്ഷം വഴി ആ പേഴ്സണൽ അക്കൗണ്ട് 3 ലക്ഷം തിരിച്ചു തന്നു. അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 20/11/2024 അഭിലാഷിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ അക്കൗണ്ടിൽ SIBL സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫ് ലിമിറ്റഡ് അക്കൗണ്ടിൽ 3 ലക്ഷം അയച്ചു കൊടുത്തു. ആ പൈസയാണ് അഭിലാഷൊക്കെ തിരിച്ചു തന്നത്. അതായത് അച്ഛൻ സുഖാന്ത കടന്നെന്ന് പറഞ്ഞിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നു. അല്ലാണ്ട് അഭിലാഷ് പിള്ള എനിക്ക് പൈസ ഒന്നും കടന്നില്ല. 15 കോടി ബിസിനസ് ഈ സിനിമയ്ക്ക് നടത്തിയിട്ടുണ്ട്. ഈ സിനിമയിൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്. എന്ത് സിനിമ നഷ്ടമാണ്. 22 കോടി 54 ലക്ഷം രൂപ ജീവിതത്തിൽ GST. ഈ കണക്ക് എവിടെയാണ് ഞാൻ കാണിക്കേണ്ടത്? അവർ ചാർട്ടേഡ് അക്കൗണ്ട് വിളിച്ചോ, എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഇരുന്നോ? എവിടെയാണ് കണക്ക് കാണിക്കുന്നത്? ഞാൻ കണക്ക് കാണിക്കാൻ ചെയ്യാം. പിന്നെ ഇന്നലെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഒരു മാറി ഉണ്ടായിരുന്നു. സത്യം ജീവിക്കാൻ പൈസയില്ല. ഇന്നിപ്പം അത് പണയം വെച്ച ലിസ്റ്റാണ്. ഇന്ന് നമ്മൾ ഡ്രൈവർ രോഹിത്ത് കൊണ്ടുപോയിട്ട് പണയം വെച്ച റെസീറ്റാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഞാനിവിടെ അനുഭവിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അവരെ പിന്നെ തേജാവധം ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്, എൻ്റെ സിറ്റുവേഷൻ. അല്ലാണ്ട് എനിക്ക് അഭിലാഷ് പിള്ളേനെ ഇത് പിന്നെ ഞാൻ പറയണ്ട. അവരെ ഒരു മൈൻഡും ഇല്ല. അവരെ സ്ക്രിപ്റ്റ് ഡയറക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സിനിമയുടെ. പിന്നെ അത് ഡയറക്ഷൻ ചെയ്യുന്ന ഡയറക്ടർക്കും അതിൻ്റെ ഒരു ബ്രില്യൻസ് ഉണ്ട്. ഈ 2 പേരും കൂടി ചേർന്ന് പിന്നെ അതിന് മുടക്കാനുള്ള മതവളർക്കം നൽകുന്ന പ്രൊഡ്യൂസർ അടക്കം കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അല്ലേ. ഇതിൻ്റെ പിന്നെ അതിൻ്റെ ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ആക്ട് ചെയ്യുന്ന ആളുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതും ഒരു ഫാക്റ്റാണ്. എത്ര നല്ല അഭിനയിച്ചാലും നമ്മളൊരു പുതുമുഖ നായകനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ, ആ സിനിമയിൽ അദ്ദേഹം വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫ്ലോപ്പായി പോകും. അങ്ങനെയും ഇതിനകത്തൊരു വിഷയമുണ്ട്. ഇപ്പൊ തണ്ണീർമത്തം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ പിള്ളേരെ കൊണ്ട് മാത്രം എടുത്ത സിനിമ അത് നല്ല ഹിറ്റായി. അപ്പൊ അങ്ങനത്തെ ചെറുകിട തുക മുടക്കി 100 കോടി ക്ലബിലേക്ക് എത്തുന്ന വൻകിട സിനിമകൾ കണ്ട് ഇങ്ങനെ ഈ പണത്തിന്റെ പെരുപ്പം അല്ലേ. 10 കോടി മുടക്കുന്നവൻ 100 കോടി കിട്ടിയാലുള്ള അവസ്ഥ 20 കോടി മുടക്കിയ 100 150 കോടി കിട്ടുവാൻ, അതായത് 10 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ 4 ഇരട്ടി 5 ഇരട്ടി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അതിമോഹവും പിന്നെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ് ഈ സംവിധായകരും അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറും ഒക്കെ ചാടി ഇറങ്ങുന്നത്. പ്രൊഡ്യൂസർമാർ കൂടുതലും അങ്ങനെയാണ് ചാടി ഇറങ്ങുന്നത്. പിന്നെ ഡയറക്ടർമാർക്ക് അതൊരു വരുമാന മാർഗ്ഗമാണ്. അവർക്ക് എത്ര സിനിമ പിടിക്കുന്നു അതിന്റെ ഇത്ര പെർസെന്റേജ് ആണ് പൈസ വരുന്നത്. അവർക്ക് വലിയ റോളില്ല, ഡയറക്ഷൻ മാത്രമാണ്. വലിയൊരു എമൗണ്ട് ഇറക്കുന്ന മുഴുവൻ പ്രൊഡ്യൂസറാണ്. അങ്ങനെയാണ് ഈ മുരളിച്ചേട്ടനെ ഇങ്ങനെ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിന് ആത്മഹത്യ കൊണ്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മുരളിച്ചേട്ടൻ, നിങ്ങൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും പരിഹരിക്കുക. അതുപോലെ കടം കൊടുക്കാനുള്ളവര് ഒരുത്തനെ പറ്റിച്ച് അവൻ്റെ പണവും അവൻ്റെ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്തിട്ട് നിങ്ങൾ സ്വസ്ഥതയോടെ ഒന്നും ജീവിക്കില്ല. ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്നൊന്നും അധികകാലമൊന്നും തിന്നൂല. നിങ്ങളുടെ മക്കളായാലും ഭാര്യമാരായാലും നിങ്ങളുടെ കുടുംബമായാലും നിങ്ങളായാലും നിങ്ങൾക്കത് ദൈവം ഒന്നൊരാളുണ്ടെങ്കിൽ മുകളിൽ നിന്ന് അതിനുള്ള തക്കതായുള്ള മറുപടികൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ബാധിക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവരെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു പൊള്ളലൊക്കെ ഉണ്ടാവും. കാരണം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ദൈവം ഒന്നൊരു ശക്തി ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെ
നന്നായി ജീവിച്ചിരുന്ന, നന്നായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഇങ്ങനെയുള്ള ആളുകളെ പറ്റിച്ച് നേടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.